ഹലോ മക്കളെ, ഇപ്പോൾ 9th നമ്മുടെ കെമിസ്ട്രിയുടെ എക്സാം തീർന്നു അല്ലേ? അപ്പോൾ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടുള്ള എക്സാം ആയിരുന്നില്ല. കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് അതിന്റെ ഓർ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് മാർക്ക് മേടിക്കായിരുന്നു. ഓർ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ടായിരുന്നു അവർ ചോദിച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. അപ്പോൾ റിലേഷൻ കണ്ടുപിടിച്ച് ബ്ലാങ്ക് ഫില്ല് ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം കൊടുത്തിട്ടുണ്ട് ദിമിത്രി ഇവാനോവിച്ച് മെന്റലീവ് എന്ന് കൊടുത്തിട്ടുണ്ട്, അറ്റോമിക് മാസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ എന്താ കൊടുത്തിട്ടുള്ളത്? ഹെൻറി മോസ്ലി എന്ന് കൊടുത്തിട്ടുണ്ട്, അതിന് ബ്ലാങ്ക് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കണം, അത് മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിനെ കുറിച്ചാണ് പറയുന്നത്. മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ എന്തിന്റെ ബേസിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? അറ്റോമിക് മാസിന്റെ ബേസിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഹെൻറി മോസ്ലി എന്ന് പറഞ്ഞാൽ മോഡേൺ പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം എന്തിന്റെ രീതിയിലാണ് അറേഞ്ച് ചെയ്തത്? അറ്റോമിക് നമ്പറിന്റെ രീതിയിലാണ് അറേഞ്ച് ചെയ്തത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അതായത് പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അസേർഷൻ വായിച്ചു നോക്കുക. ആൻ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഇനി അതിന്റെ റീസൺ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഇൻ ആറ്റം ഈസ് ഡിഫറെന്റ്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആറ്റങ്ങൾ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ന്യൂട്രൽ ആവാൻ കാരണം എന്താണ്? അതിലുള്ള ടോട്ടൽ പോസിറ്റീവ് ചാർജും ടോട്ടൽ നെഗറ്റീവ് ചാർജും ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്? ഡിഫറെന്റ് എന്നാ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അസേർഷൻ കറക്റ്റ് ആണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഇവിടെ ഡിഫറെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? എന്ത്? ടോട്ടൽ പോസിറ്റീവ് ചാർജും ടോട്ടൽ നെഗറ്റീവ് ചാർജും ഡിഫറെന്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ റീസൺ തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ഏതാണ് ആൻസർ വരിക? ഫസ്റ്റ് ഓപ്ഷൻ ആണ് ആൻസർ വരിക. എ ഈസ് കറക്റ്റ് ആൻഡ് ആർ ഈസ് നോട്ട് കറക്റ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. സം സ്റ്റേറ്റ്മെന്റ് ആർ ഗിവൺ ബിലോ. സെലക്ട് ദോസ് റിലേറ്റഡ് ടു നീൽ ബോർ ആറ്റം മോഡൽ. അതായത് ബോറിന്റെ ആറ്റം മോഡൽ അനുസരിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഏതാണ് കറക്റ്റ് എന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇലക്ട്രോൺ റിവോൾവ് അറൌണ്ട് ദി ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ ഡെഫിനിറ്റ് ഓർബിറ്റ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. ഡെഫിനിറ്റ് ഓർബിറ്റിലാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതെന്നാണ് ഏത് സയന്റിസ്റ്റ് പറഞ്ഞത്? ബോർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത്, ആസ് ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ് ദ എനർജി ഓഫ് ദി ഓർബിറ്റ് ഡിക്രീസസ്. അത് കറക്റ്റ് ആണോ? അല്ല. കാരണം എന്താണ്? ന്യൂക്ലിയസിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടും തോറും ഓർബിറ്റിന്റെ എനർജി കൂടും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കാരണം ന്യൂക്ലിയസിന്റെ അടുത്ത ഷെൽ എന്താണ്? കെ ആണ്. കെക്കാണ് എനർജി കുറവ്. അങ്ങനെ ന്യൂക്ലിയസിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടും തോറും ഓർബിറ്റിന്റെ എനർജി കൂടി വരുന്നതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി അടുത്തത് മൂന്നാമത്തെ വായിച്ചു നോക്കാം. ആസ് ലോങ് ആസ് ഇലക്ട്രോൺ റിവോൾവ് ഇൻ എ പെർട്ടിക്കുലർ ഓർബിറ്റ് ദെയർ എനർജി ഡസ് നോട്ട് ചേഞ്ച്. എനർജി ചേഞ്ച് ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ സ്റ്റേഷനറി എനർജി ലെവൽസ് എന്ന് വിളിക്കുന്ന റീസൺ ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1ഉം 3ഉം കറക്റ്റ് ആണ്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് 1, 3 കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇപ്പോൾ ബോറിന്റെ ആറ്റം മോഡലിന്റെ ആ സ്റ്റേറ്റ്മെന്റ് വായിച്ച് മനസ്സിലാക്കിയ ആൾക്കാർക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് 3 മാച്ച് ചെയ്യാനുണ്ട്. ഓപ്ഷൻ കറക്റ്റ് ആൻസർ എടുത്ത് എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് മെറ്റലോയിഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും പ്രോപ്പർട്ടി ഒരേപോലെ കാണിക്കുന്നതാണ്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഈ ലാസ്റ്റ് കൊടുത്തുള്ള സിലിക്കോൺ. അപ്പൊ ഫസ്റ്റത്തെ ആൻസർ എന്ത് വരും? യെസ്, സിലിക്കോൺ ആണ് വരുന്നത്. ഇനി അടുത്തത് ട്രാൻസിഷൻ എലമെന്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ട്രാൻസിഷൻ എലമെന്റ് ഈ ഫസ്റ്റ് കാണുന്ന വെനേഡിയം ആണ് ട്രാൻസിഷൻ എലമെന്റ് വരുന്നത് കേട്ടോ. അപ്പൊ പി ആണ് അതിന്റെ ആൻസർ വരിക. ഇനി അടുത്തത് ആക്ടിനോയിഡ്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആക്ടിനോയിഡ്സ് വരുന്നത് ഏതാ നമുക്കറിയണം. അതാണ് യുറാനി ആണ് വരുന്നത് കേട്ടോ. ക്യൂ ആണ് ആൻസർ വരുന്നത്, രണ്ടാമത്തെ ഓപ്ഷൻ. ഇനി അടുത്തത് സോഡിയം ഉള്ളൂ. സോഡിയം ഒരു ആൽക്കലി മെറ്റൽ ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കട്ടോ. മെയിൻ ഗ്രൂപ്പ് എലമെന്റ് ആണ്, ആൽക്കലി മെറ്റൽ ആണ്. അപ്പൊ ഏതാണ് ആൻസർ വരിക? യെസ്, പി ക്യൂ ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. സിമ്പിൾ അല്ലേ? ഇപ്പൊ മെറ്റലോയിഡ് സിലിക്കൺ ആണ്, ട്രാൻസ് എലമെന്റ് വെനേഡിയം ആണ്, ആക്ടിനോയിഡ്സ് യുറാനിയ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, റുദർഫോർഡ് ഈസ് എ സയന്റിസ്റ്റ് ഹു പ്രപ്പോസ്ഡ് ദ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം പ്രപ്പോസ് ചെയ്തത് റുദർഫോർഡ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. റൈറ്റ് ദ നെയിം ഓഫ് ദി സെന്റർ ഓഫ് ആറ്റം. അപ്പൊ അദ്ദേഹത്തിന്റെ ആറ്റം മോഡൽ അനുസരിച്ച് സെന്റർ ഓഫ് ആറ്റത്തിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? അദ്ദേഹം കണ്ടുപിടിച്ചു, സെന്റർ ഓഫ് ആറ്റം കണ്ടുപിടിച്ചു. അതിന്റെ പേരാണ് എന്ത് എന്ന് പറയുന്നത്? ന്യൂക്ലിയസ് എന്ന് പറയുന്നത് കേട്ടോ. സെന്റർ ഓഫ് ആറ്റത്തിന്റെ പേരെന്താണ്? ന്യൂക്ലിയസ് ആണ് നമ്മൾ പഠിച്ചു. വാട്ട് ഇസ് ദ ചാർജ് ഓഫ് സെന്റർ? അപ്പൊ സെന്ററിന്റെ ചാർജ് എന്താ നമ്മൾ പഠിച്ചു? ന്യൂക്ലിയസിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. എങ്ങനെയാ അത് വന്നത്? ന്യൂക്ലിയസിലുള്ളത് എന്താണ്? പ്രോട്ടോണും ന്യൂട്രോണും. അപ്പൊ പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പൊ അവിടെ ഏത് ചാർജ് ഉണ്ടാവുള്ളൂ? പോസിറ്റീവ് ചാർജ് ഉണ്ടാവുള്ളൂ. അപ്പൊ ന്യൂക്ലിയസിന്റെ ചാർജും എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ് കേട്ടോ. ന്യൂക്ലിയസിന്റെ ചാർജും പോസിറ്റീവ് ആണ്. അപ്പൊ എ ബി സിമ്പിൾ ആൻസേഴ്സ് ആണ്. സിമ്പിൾ ആയിട്ട് മാർക്ക് മേടിക്കും. ഇനി അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ. ദ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സം ആറ്റം ആർ ഗിവൻ.
അപ്പോൾ ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഡയഗ്രാം അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ ഡയഗ്രാം നോക്കുക, ABC എന്ന് പറഞ്ഞ് ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ദി മാസ് നമ്പർ ഓഫ് ദീസ് ആറ്റം? അപ്പൊ ഇതിന്റെ മാസ് നമ്പറിന്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇതിന്റെ മാസ് നമ്പർ കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഇതിന്റെ മാസ് നമ്പർ എത്ര വരിക? 18 + 22. അപ്പൊ മാസ് നമ്പർ എത്ര കിട്ടും? 18 22 കൂട്ടി എത്ര കിട്ടും? 40 എന്ന് കിട്ടും. ഇനി ബിന്റെ കണ്ടുപിടിക്കാം. 19 + 21, അതിന്റെ എത്ര കിട്ടും? 19 + 21 കൂട്ടി എത്ര കിട്ടും? 40 എന്ന് കിട്ടും. ഇനി അടുത്തത് 20 + 20, അത് കൂട്ടിയാൽ എത്ര കിട്ടുന്നുണ്ട്? 40 എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിന്റെ മാസ് നമ്പേഴ്സ് എന്തായിട്ട് വന്നിട്ടുണ്ട്? സെയിം ആണ്. അപ്പൊ മാസ് നമ്പർ സെയിം ആണ്. അതാണ് ഫസ്റ്റ് ആൻസർ ചെയ്തേണ്ടത്. മാസ് നമ്പർ എന്താണ്? സെയിം എന്ന് എഴുതിയാൽ മതി. സെയിം അല്ലെങ്കിൽ എന്ത് ചെയ്താം? ഈക്വൽ എന്ന് എഴുതാം. ഇനി അടുത്തത് ബിന്റെ ആൻസർ, ബൈ വാട്ട് നെയിം ആർ ദീസ് ആറ്റം ജനറലി നോ? ഈ ആറ്റങ്ങളെ ജനറലി നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ മാസ് നമ്പർ സെയിമും ആറ്റോമിക് നമ്പർ ഡിഫറൻറ്റും ആണെന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഫസ്റ്റ് ഇതിൽ പ്രോട്ടോണിന്റെ എത്രയാണ്? 18 ആണ്. അതിന്റെ ആറ്റോമിക് നമ്പർ 18 വരും. രണ്ടാമത്തിൽ ആറ്റോമിക് നമ്പർ 19 വരും. പ്രോട്ടോണിന്റെ 19. ഇനി അടുത്തത് ആറ്റോമിക് നമ്പർ എത്ര വരും? മൂന്നാമത്തിൽ 20 വരും. അപ്പൊ ആറ്റോമിക് നമ്പർ സെയിമും മാസ് നമ്പർ അല്ല, ആറ്റോമിക് നമ്പർ ഡിഫറൻറ്റും മാസ് നമ്പർ സെയിം ആയിട്ടുള്ളത്. മാസ് നമ്പർ കണ്ടില്ലേ? 40 40 40. അപ്പൊ അങ്ങനെയുള്ളതിനെ നമ്മൾ എന്താ വിളിക്കുക? ഐസോബാർസ് എന്നാണ് വിളിക്കുക കേട്ടോ. എന്താ വിളിക്കുക? ഐസോബാർസ്. അതായത് ആറ്റോമിക് നമ്പർ ഡിഫറൻറ്റും മാസ് നമ്പർ സെയിം ആണ് വന്നത്. അതിനെ നമ്മൾ വിളിക്കുന്നത് ഐസോബാർസ്, ഐസോബാറുകൾ എന്നാണ് വിളിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ വേറൊരു രീതിയിൽ അവർ ചോദിച്ചു എന്നുള്ളൂ. സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്താൻ കഴിയുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഒന്ന് വായിച്ച് ക്വസ്റ്റ്യൻ മനസ്സിലാക്കേണ്ട ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ. എലമെന്റ് ആർ ബിലോങ് ടു സെക്കൻഡ് പീരീഡ് ആൻഡ് 16th ഗ്രൂപ്പ് ഓഫ് പീരിയോഡിക് ടേബിൾ. ഇനി അതിൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, വാട്ട് ഇസ് ദ ആറ്റോമിക് നമ്പർ ഓഫ് ദിസ് എലമെന്റ്? അപ്പൊ നമ്മൾ ആറ്റോമിക് നമ്പർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. അപ്പൊ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടിയിട്ട് അവർ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? സെക്കൻഡ് പീരീഡ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? 16th ഗ്രൂപ്പ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ച് നമ്മൾ എന്ത് എഴുതണം? അതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതണം. അപ്പൊ സെക്കൻഡ് പീരീഡ് ആണ് മനസ്സിലായി. അപ്പൊ അതിന് 2 ഷെല്ലുള്ളൂ. അപ്പൊ അതിന്റെ ഷെല്ലാണ് കെയും എല്ലും. 2 ഷെല്ല് അതിന് വരുന്നുള്ളൂ. ഇനി 16th ഗ്രൂപ്പാന്ന് പറഞ്ഞു. അപ്പൊ 16th ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് എങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവുക? നമ്മൾ അവസാന ഷെല്ലിൽ 3 മുതൽ 8 വരെ ഇലക്ട്രോൺസ് ആണെങ്കിൽ അതിന്റെ കൂടെ 10 കൂട്ടിയിട്ടാണ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടാവുക. അപ്പൊ 16th ഗ്രൂപ്പ് എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് എന്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും? 10 ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ 10 അതിൽ നിന്ന് കുറച്ചാൽ മതി. അപ്പൊ 16 - 10 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. അപ്പൊ അവസാനത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം 6 ആണെന്ന് മനസ്സിലായി. അപ്പൊ അവസാനത്തെ ഷെല്ലിൽ 6 ആണെന്ന് മനസ്സിലായി. അപ്പൊ രണ്ടാമത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോൺ ഉണ്ട്. ഇനി ഫസ്റ്റ് ഷെല്ല് ഫില്ല് ചെയ്തിട്ട് രണ്ടാമത്തെ ഷെല്ല് ഫില്ല് ചെയ്യുള്ളൂ. അപ്പൊ കെ ഷെല്ല് മാക്സിമം എത്രയാണ്? 2 ആണ്. അപ്പൊ അതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 6 ആണ് വരുന്നത്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 2 6 ആണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇനി അത് ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ, എന്റെ ആൻസർ എന്താ? വാട്ട് ഈസ് ദ ആറ്റോമിക് നമ്പർ ഓഫ് ദിസ് എലമെന്റ്? അപ്പൊ ആറ്റോമിക് നമ്പർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഈ 2ഉം 6ഉം ആഡ് ചെയ്താൽ മതി. അപ്പൊ 2 + 6 എത്ര കിട്ടും? 8 എന്ന് കിട്ടും. ആറ്റോമിക് നമ്പർ കിട്ടി. അത് 2ഉം 6ഉം ആഡ് ചെയ്താൽ മതി. ഇനി അടുത്തത് ബി, വാട്ട് ഈസ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദി നോബിൾ ഗ്യാസ് ബിലോങ് ടു ഇറ്റ്സ് പീരീഡ്? അതായത് ഇതിന്റെ അതേ പീരീഡിൽ വരുന്ന നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ഗ്രൂപ്പാണ്? 18th ഗ്രൂപ്പാന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് അതിന്റെ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവുക? 8 ഇലക്ട്രോൺ ആണ് ഉണ്ടാവുക. അങ്ങനെ അതിലേക്ക് 10 കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? 18th ഗ്രൂപ്പ് എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ 8 ഇലക്ട്രോൺ ഉണ്ടാവുക സെക്കൻഡ് പീരീഡ്. അപ്പൊ സെക്കൻഡ് പീരീഡ് 8 ഇലക്ട്രോൺ ആകുമ്പോൾ 2 ഷെല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ലാസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ. അപ്പൊ എങ്ങനെ എഴുതുക? ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ? 8 ഇലക്ട്രോൺ. 2 8. കാരണം സെക്കൻഡ് പീരീഡ് 2 ഷെല്ലേ വരാൻ പാടുള്ളൂ. അപ്പൊ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ത് കിട്ടും? 2 8 ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കിട്ടുക. അപ്പൊ ഇനി 8th ക്വസ്റ്റ്യൻ, സം ഒബ്സർവേഷൻ ഓഫ് റുദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ആർ ഗിവൺ ബിലോ. റൈറ്റ് ഡൗൺ ദ കൺക്ലൂഷൻ അറൈവ്ഡ് അറ്റ് ഫ്രം ദീസ് ഒബ്സർവേഷൻ. അപ്പൊ കുറച്ച് ഒബ്സർവേഷൻ തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് എത്താൻ പറ്റുന്ന കൺക്ലൂഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. അപ്പൊ നമ്മൾ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കുറെ ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫ്ലക്ഷൻ ഒന്നുമില്ലാതെ നേരെ പോകുന്നുണ്ട്. അതാണ് ഡീവിയേഷൻ ഒന്നുമില്ലാതെ നേരെ പോകുന്നു എന്ന് പറയുന്നത്. കിട്ടിയില്ലേ? അപ്പൊ അതിന് കാരണം എന്താണ്? ആറ്റത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? എംപ്റ്റി സ്പേസ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഇനി ചിലത് ചെറിയ ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്യും. അതെന്താ കാരണം? ആറ്റത്തിന്റെ എന്താണ്? പോസിറ്റീവ് റീജിയന്റെ അടുത്തൂടെ പോയതാണ് ചെറിയ ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്യുക. ഇനി ഡയറക്റ്റ് ആ പോസിറ്റീവ് ആ സെന്റർ ഭാഗത്ത് ഇടിച്ചത് എന്ത് സംഭവിക്കും?
ബൗൺസ് ബാക്ക് ചെയ്യുമെന്ന് പഠിച്ചു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഡീവിയേഷൻ ഒന്നും ഇല്ലാതിരിക്കാൻ കാരണം എന്താണ്? അവിടെ എം ടി സ്പേസ് ഉണ്ട് എന്നാണ് ആൻസർ ചെയ്തേണ്ടത്. മോസ്റ്റ് പാർട്ട് ഓഫ് ദി ആറ്റം വാസ് എം ടി എന്ന് ആൻസർ ചെയ്തു. ഇനി അടുത്തത് നമുക്ക് രണ്ടാമത്തെ ഒബ്സർവേഷൻ കൊടുത്തിട്ടില്ല. കുറച്ച് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ചെറിയ ആംഗിളിൽ ഡിഫ്ലക്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്. ആ ഒബ്സർവേഷൻ ഇവിടെ കൊടുത്തിട്ടില്ല. പക്ഷേ ഇവിടെ കൊടുത്ത ഒബ്സർവേഷൻ എന്താണ്? കുറച്ച് വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റഡ് ബാക്ക്, അതായത് ബൗൺസ് ബാക്ക് ചെയ്യും. ഏത് ആംഗിളിൽ? 180, അതായത് പോയി അതേപോലെ തന്നെ തിരിച്ചു വരും. അതെങ്ങനെയാണ്? ആ ന്യൂക്ലിയസിൽ, അതായത് ആ സെന്ററിൽ ഡയറക്റ്റ് ഹിറ്റ് ചെയ്തതാണ്. ആ സെന്റർ എന്ന് പറയുന്നത് വളരെ കുറച്ച് വോളിയത്തിലുള്ളൂ. അവിടെ ഡയറക്റ്റ് ഹിറ്റ് ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്? ബൗൺസ് ബാക്ക് ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ് ആൻസർ ചെയ്തേണ്ടത്. ദ എൻറ്റയർ പോസിറ്റീവ് ചാർജ് ഓഫ് ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ വെരി സ്മോൾ വോളിയം അറ്റ് ദ സെന്റർ ഓഫ് ആറ്റം. ആ സെന്ററിൽ ഹിറ്റ് ചെയ്തതാണ് ബൗൺസ് ബാക്ക് ചെയ്തത്. ആ സെന്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇനി 9th ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 മെറിറ്റ്സ് ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ. അതായത് ഹെൻറി മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ 2 മെറിറ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഡിമെറിറ്റ് വന്നപ്പോൾ ഏതിനാണ്? മെന്റലീവിന്റെ പീരിയോഡിക് ടേബിളിൽ ഡിമെറിറ്റ് വന്നപ്പോഴാണ് ഹെൻറി മോസ്ലി എന്ത് കൊണ്ടുവന്ന്? മോഡേൺ പീരിയോഡിക് ടേബിൾ കൊണ്ടുവന്നത്. അപ്പൊ അതിന്റെ മെറിറ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മെറിറ്റ് പഠിച്ചിട്ടുള്ളതാണ്. അതിന് ഏതെങ്കിലും 2 പോയിന്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിലാണ് ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഇഫ് വി നോ the property of an element we get an idea of other element belong to the same group. അതായത് സെയിം ഗ്രൂപ്പിലുള്ളതിന്റെ പ്രോപ്പർട്ടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ അതിന് ഇത്രേ പറയുന്നുള്ളൂ. അതെന്താണ്? ഒരേ പ്രോപ്പർട്ടി ഉള്ളതാണ് സെയിം ഗ്രൂപ്പിൽ വന്നത്. ഒരേ ഗ്രൂപ്പിലുള്ളതിനൊക്കെ എന്തായിരിക്കും? സെയിം പ്രോപ്പർട്ടി ആയിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതാണ് ഫസ്റ്റ്. ഇനി അദ്ദേഹം എങ്ങനെയാണ് പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തത്? അറേഞ്ച്ഡ് ഇൻ ദ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തത്. ഇനി അദ്ദേഹം ഇങ്ങനെ അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ, അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തു. അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തത്. അപ്പൊ അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അറ്റോമിക് മാസിന്റെ എന്താണ്? ഇറലവന്റ് ഇവിടെ കാണിച്ചില്ല കേട്ടോ. ആ ഇറലവന്റും ഇറഗുലാരിറ്റി ഇവിടെ കാണിച്ചു. ഇറഗുലാരിറ്റി ഇവിടെ കാണിച്ചില്ല കാരണം ഇവിടെ എന്താണ്? അറ്റോമിക് മാസിന് ഇറലവന്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അദ്ദേഹം പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തത് അറ്റോമിക് നമ്പറിന്റെ രീതിയിലാണ്. അപ്പോൾ അറ്റോമിക് മാസിന്റെ രീതിയിൽ അറേഞ്ച് ചെയ്തപ്പോൾ ഒരു കൊബാൾട്ട് നിക്കലൊക്കെ എത്തിയപ്പോൾ അവിടെ ഒരു ഇറഗുലാരിറ്റി കാണിച്ചിരുന്നു. ആ ഇറഗുലാരിറ്റി ഇവിടെ കാണിക്കില്ല. പിന്നെ എന്താണ്? സെയിം പ്രോപ്പർട്ടി ഉള്ളതാണ്, സെയിം ഗ്രൂപ്പിൽ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു എലമെന്റിന്റെ ഐഡിയ കിട്ടിയാൽ ബാക്കിയുള്ളതിന്റെ ഐഡിയ ഒക്കെ നമുക്ക് കിട്ടുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതിൽ ഏതെങ്കിലും 2 പോയിന്റ് എഴുതി വെച്ചാൽ മതി. അപ്പൊ ഇനി അടുത്ത് അതിന്റെ എ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇവിടെ ഉള്ളത്. അപ്പൊ അതിന് ബി ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഓർ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ആ ഓർ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഡ്രോബാക്ക് എഴുതാനാണ് മെന്റലീവിന്റെ, അതായത് ഡിമെറിറ്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഡിമെറിറ്റ് എന്താണ് വരുന്നത്? അദ്ദേഹം പറഞ്ഞു സെയിം പ്രോപ്പർട്ടി ഉള്ളതാണ്, സെയിം ഗ്രൂപ്പിൽ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില എലമെന്റ് എന്താണ്? ലാർജ് ഡിഫറൻസ് ഇൻ പ്രോപ്പർട്ടി ഉള്ളതും സെയിം ഗ്രൂപ്പിൽ വന്നു. അതാണ് എന്ത്? മെന്റലീവിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. പിന്നെ ഹൈഡ്രജൻ ഒരു പ്രോപ്പർ പൊസിഷൻ കൊടുക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? മെന്റലീവ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന് കഴിഞ്ഞില്ല. പിന്നെ അടുത്തത് എന്താണ്? ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു ഇറഗുലാരിറ്റി അവിടെ ഇല്ല എന്ന് പറയില്ല. ആ ഇറഗുലാരിറ്റി ഇല്ല എന്ന് പറയാൻ കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഇറഗുലാരിറ്റി ഇതാണ്. അറ്റോമിക് മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡർ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ കൊബാൾട്ട് നിക്കൽ എത്തിയപ്പോൾ അതെന്ത് ചെയ്തു? കൊബാൾട്ട് നിക്കൽ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? അത് തെറ്റിപ്പോയി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് അതിന്റെ ഡ്രോബാക്സ് വരുന്നത്. ഇനി 10th ക്വസ്റ്റ്യൻ, സം ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ് ആർ ഗിവൺ, ഹൗ വേർ ദ ഫോളോയിങ് പ്രൂവ്. അപ്പൊ അതിന്റെ കാഥോഡ് റേസിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? കാഥോഡ് റേസ് ഹാവ് നെഗറ്റീവ് ചാർജ്, കാഥോഡ് റേസ് ഹാവ് മാസ്. അപ്പൊ അത് രണ്ടുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെയാണ് അതിലേക്ക് എത്തിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ അത് പ്രൂവ് ചെയ്തത്? അപ്പൊ കാഥോഡ് റേസ് ഹാവ് എ നെഗറ്റീവ് ചാർജ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നെഗറ്റീവ് ചാർജ് ആണ് എങ്ങനെ കണ്ടുപിടിച്ചത്? അദ്ദേഹം 2 സൈഡിലായിട്ട് 2 ഇലക്ട്രിക് ഫീൽഡ് വെച്ചു. പോസിറ്റീവും നെഗറ്റീവും വെച്ചു. പോസിറ്റീവ് ഇലക്ട്രിക് ഫീൽഡും വെച്ചു, നെഗറ്റീവ് ഇലക്ട്രിക് ഫീൽഡും വെച്ചു. അപ്പോൾ എന്തിലേക്കാണ് അട്രാക്ട് ചെയ്തത്? പോസിറ്റീവിലേക്കാണ് കാഥോഡ് റേസ് അട്രാക്ട് ചെയ്തത്. അപ്പൊ അതിൽ നിന്ന് എന്ത് മനസ്സിലാവും? കാഥോഡ് റേസിന് നെഗറ്റീവ് ചാർജ് ആണെന്നുള്ളത് മനസ്സിലാവും. കാഥോഡ് റേസിന് നെഗറ്റീവ് ചാർജ് ആണെന്നുള്ളത് മനസ്സിലാവും കേട്ടോ. അപ്പൊ അതാണ് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു, ബോത്ത് സൈഡ് 2 സൈഡിൽ അപ്ലൈ ചെയ്തപ്പോൾ ഏതിലേക്ക് അട്രാക്ട് ചെയ്തു? പോസിറ്റീവിലേക്ക് അട്രാക്ട് ചെയ്തു. അങ്ങനെ പോസിറ്റീവിലേക്ക് അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആണ് പോസിറ്റീവിലേക്ക് അട്രാക്ട് ചെയ്യുക. അങ്ങനെ കാഥോഡ് റേസിന് നെഗറ്റീവ് ചാർജ് ആണ് കണ്ടുപിടിച്ചു. ഇനി ബി, കാഥോഡ് റേസിന് എങ്ങനെയാണ് മാസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചത്? കാഥോഡ് റേസിന് മാസ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിച്ചത്? അദ്ദേഹം എന്ത് വെച്ചു? ഒരു പാഡിൽ വീൽ വെച്ചു കാഥോഡ് റേ പോകുന്ന പാത്തിൽ. അപ്പൊ എന്ത് സംഭവിച്ചു? കാഥോഡ് റേ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ ആ പാഡിൽ വീൽ എന്ത് സംഭവിച്ചു? റൊട്ടേറ്റ് ചെയ്തു. അങ്ങനെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി? കാഥോഡ് റേസിന് മാസ് ഉണ്ടെന്ന് മനസ്സിലായിട്ടോ. അപ്പൊ അതാണ് ചെയ്തിട്ടുള്ളത്. ആ സ്മോൾ പാഡിൽ വീൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് കാഥോഡ് റേസ്. എന്താണ്? അത് റൊട്ടേറ്റ് ചെയ്തു. അങ്ങനെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി? അതിന് മാസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ ഇനി
അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് നമ്മുടെ എന്താണ് അറ്റോമിക് സൈസിനെ ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ഐഡിയ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൺ ബിലോ. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ലാർജസ്റ്റ് ആറ്റോമിക് സൈസ് ഏതിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലാർജസ്റ്റ് ആറ്റോമിക് സൈസ് ഏതിനാണ് വലുപ്പം കൂടുതൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെയൊക്കെ എന്ത് എഴുതാം, നമ്മൾ അറ്റോമിക് നമ്പർ എഴുതി വെക്കുക. അപ്പോൾ പിയുടെ അറ്റോമിക് നമ്പർ എത്ര വരിക, 2 8. അപ്പോൾ 2 + 8 എത്ര കിട്ടും, 10 കിട്ടും. അത് എഴുതി വെക്കുക. ഇനി ക്യൂവിൻ്റെത് എത്രയാണ്, 2 + 7 എത്ര കിട്ടും, 9 കിട്ടും. ഇനി അടുത്തത് ആറിൻ്റെത് എത്രയാണ്, 2 1 എഴുതിയിട്ടുണ്ട്. അപ്പോൾ 2ഉം 1ഉം എത്ര കിട്ടും, 3 കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇത് പീരീഡിലാണോ ഗ്രൂപ്പിലാണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിലെല്ലാത്തിലും 2 ഷെല്ലാണ് ഉള്ളത് അല്ലേ. അപ്പോൾ ഇത് സെയിം പീരീഡിലാണ്. സെയിം ഗ്രൂപ്പിലാണെങ്കിൽ എന്തായിരിക്കും, അവസാനത്തെ ഷെല്ലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം സെയിം ആയിരിക്കും. ഇവിടെ അവസാനത്തെ ഷെല്ലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം സെയിം ആണോ, അല്ല. പക്ഷെ ഷെല്ലിന്റെ എണ്ണം സെയിം ആണ്. ഫസ്റ്റത്തിന് 2 ഷെല്ലാണ്, രണ്ടാമത്തേനും 2 ഷെല്ലാണ്, മൂന്നാമത്തേനും 2 ഷെല്ലാണ് ഉള്ളത്. അപ്പൊ എല്ലാത്തിന്റെയും ഷെല്ലിന്റെ എണ്ണം സെയിം ആണ്, എല്ലാം സെയിം പീരീഡിലാണെന്ന് മനസ്സിലായി അല്ലേ. അങ്ങനെ സെയിം പീരീഡിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകും തോറും, അതായത് പീരീഡിൽ ഓരോ ആറ്റം വരും തോറും എന്താ സംഭവിക്കുന്നത്, ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യാണ്, കുറഞ്ഞു വരികയാണ്. പീരീഡ് ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ, അതായത് പീരീഡിൽ അറ്റോമിക് നമ്പർ കൂടും തോറും ആറ്റത്തിന്റെ സൈസ് കുറയും. കാരണം ഓരോ ആറ്റം വരുമ്പോൾ അതിന്റെ അറ്റോമിക് നമ്പർ കൂടില്ലേ. അപ്പൊ അറ്റോമിക് നമ്പർ കൂടും തോറും ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യും, കുറഞ്ഞാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ പീരീഡിൽ വലുത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പീരീഡിൽ വലുത് ഏതായിരിക്കും വരിക, അറ്റോമിക് നമ്പർ കുറവുള്ളതാണ് വരിക. അപ്പൊ അറ്റോമിക് നമ്പർ കുറവ് ഇവിടെ ഏതിനാണുള്ളത്, 2 1 വരുന്നുണ്ട്. 6 സെക്കൻഡ് പീരീഡിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ വരിക. പിന്നെ 9 ഈ സൈഡിലാണ് വരിക. 3 4 5 6 അങ്ങനെയാണ് 9 എന്ന് വരുന്നത് അടുത്ത സൈഡിലായിട്ടാണ് വരിക. അപ്പൊ അറ്റോമിക് നമ്പർ കുറഞ്ഞതിനാണ് എന്തുണ്ടാവുക, പീരീഡിൽ ഏറ്റവും സൈസ് കൂടുതൽ ഉണ്ടാവും. ഇനി ഗ്രൂപ്പിലാണെങ്കിൽ നേരെ തിരിച്ച് അറ്റോമിക് നമ്പർ കൂടിയത് എടുക്കണം. കാരണം ഗ്രൂപ്പിൽ താഴോട്ട് പോകും തോറും അറ്റോമിക് നമ്പർ കൂടി വരുന്നുണ്ട്. അറ്റോമിക് നമ്പർ കൂടുമ്പോഴാണ് എന്ത് കൂടുന്നത്, സൈസ് കൂടുന്നത്. ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്നതോറും സൈസ് കൂടണം. അപ്പൊ അറ്റോമിക് നമ്പർ കൂടിയത് എടുക്കണം. പീരീഡിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അറ്റോമിക് നമ്പർ കുറഞ്ഞതിനാണ് ഏറ്റവും കൂടുതൽ സൈസ് വരിക എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ലാർജസ്റ്റ് ആറ്റോമിക് സൈസ് ഏതിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ പീരീഡിലായതുകൊണ്ട് നമ്മൾ അറ്റോമിക് നമ്പർ കുറവുള്ളത് എടുത്താൽ മതി. അപ്പൊ ആൻസർ ഏതാ വരിക, പി എന്നാണ്. പി എന്നല്ല ആൻസർ ലാസ്റ്റ് ഏതാ വരുന്നത്, ലാസ്റ്റ് 3 എഴുതിയത് 6 ആണല്ലേ, PQR 6 ആണ് എഴുതേണ്ടത് കേട്ടോ. ഫസ്റ്റ് ആണ് പി വരുന്നത്, PQR ആണ് എഴുതുന്നത്. 6 ആണ് ഇതിന്റെ ആൻസർ ഒരു അറ്റോമിക് നമ്പർ കുറഞ്ഞത്. ഇവിടെ റെഡ് മാർക്ക് ഉള്ളതുകൊണ്ട് അത് 6 എന്നുള്ളത് പി ആയിട്ട് തോന്നി. ആൻസർ വരുന്നത് 6 ആണ് കേട്ടോ. അപ്പോൾ അതിനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ റീസൺ ഇത് സെയിം പീരീഡിലാണ്. പീരീഡ് ലെഫ്റ്റ് ടു റൈറ്റ് പോകും തോറും എന്താ സംഭവിക്കുന്നത്, എന്തിന്റെ എണ്ണം കൂടുന്നില്ല, ഷെല്ലിന്റെ എണ്ണം കൂടുന്നില്ല. പകരം എന്ത് മാത്രമേ കൂടുന്നുള്ളൂ, ന്യൂക്ലിയർ ചാർജ് മാത്രമേ കൂടുന്നുള്ളൂ. ഷെല്ലിന്റെ എണ്ണം കൂടുന്നില്ല, ന്യൂക്ലിയർ ചാർജ് മാത്രമേ കൂടുന്നുള്ളൂ. അപ്പൊ ന്യൂക്ലിയസ് എന്ത് ചെയ്യും, ഇലക്ട്രോൺസിനൊക്കെ മാക്സിമം അട്രാക്ട് ചെയ്ത് നിർത്തുന്നതാണ് ആൻസർ ചെയ്തേണ്ടത് കേട്ടോ. അതാണ് കൊടുത്തിട്ടുള്ളത്. ഓൺ മൂവിങ് ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ്, ഒരു പീരീഡ് ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, സൈസ് ഓഫ് ആറ്റം ഡിക്രീസ് ചെയ്യും. കാരണം എന്താണ്, ദർ ഇസ് നോ ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ഷെല്ല്. നമ്പർ ഓഫ് ഷെല്ല് കൂടുന്നില്ല, പകരം എന്താണ് കൂടുന്നത്, ന്യൂക്ലിയർ ചാർജ് മാത്രമേ കൂടുന്നുള്ളൂ, ന്യൂക്ലിയർ ചാർജ്. അപ്പൊ എന്താണ്, ന്യൂക്ലിയസ് എന്ത് ചെയ്യും, ആ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ മാക്സിമം അട്രാക്ട് ചെയ്ത് നിർത്തും. അതുകൊണ്ട് എന്ത് സംഭവിക്കും, ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞാണ് വരുമല്ലോ. അപ്പൊ ലാർജസ്റ്റ് സൈസ് ഏതിനാ വരിക, 6 എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് സെയിം പീരീഡിൽ വരുന്നത് കൊണ്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇനി അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കാം. ഓർ ക്വസ്റ്റ്യൻ ആയിരുന്നു ബി ക്വസ്റ്റ്യൻ. അപ്പൊ ബി ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദ അറ്റോമിക് നമ്പർ ഓഫ് സം എലിമെന്റ്സ് ആർ ഗിവൺ ബിലോ. ഇത് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അറ്റോമിക് സൈസിനെ ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് അതിന്റെ എന്തുകൂടെ എഴുതണം, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കൂടെ എഴുതാട്ടോ. ഇവിടെ അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്, അപ്പൊ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കൊണ്ട് എഴുതി നോക്കുക. കാരണം അത് സെയിം പീരീഡിലാണോ സെയിം ഗ്രൂപ്പിലാണോ എന്ന് അറിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ചെയ്താൽ 11 ആണ്, എന്ത് വരും, 11 ആകുമ്പോൾ എന്ത് വരും, 2 8 1 വരും. ഇനി അടുത്തത് 14 ആണ് വന്നത്, 14 വരുമ്പോൾ എന്ത് വരും, 2 8 4 എന്ന് വരും. ഇനി അടുത്തത് 17 വരുമ്പോൾ എന്ത് വരും, 2 8 7 വരും. അപ്പൊ എല്ലാത്തിലും 3 ഷെല്ലാണ് ഉള്ളതെന്ന് മനസ്സിലായി. അപ്പൊ എല്ലാം സെയിം പീരീഡിലാണ്, സെയിം ഗ്രൂപ്പിലല്ല എന്നുള്ള കാര്യം മനസ്സിലായി. സെയിം പീരീഡിലാണ് വരുന്നത്. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അറ്റോമിക് സൈസിന്റെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ അറ്റോമിക് സെയിം പീരീഡിലാണ് മനസ്സിലായി. ഇനി അറ്റോമിക് നമ്പർ മാത്രം നോക്കിയാൽ മതി. അപ്പൊ അറ്റോമിക് നമ്പർ കൂടുതൽ ഏതിനാണ്,
അറ്റോമിക് നമ്പർ കൂടുതൽ ഇസഡിനാണ്, അറ്റോമിക് നമ്പർ കുറവ് ഏതിനാണ്, എക്സിനാണ്. അപ്പൊ പീരീഡിലാണെങ്കിൽ അറ്റോമിക് നമ്പർ കുറഞ്ഞതിനാണ് ഏറ്റവും കൂടുതൽ സൈസ് ഉണ്ടാവുക പഠിച്ചു. അപ്പൊ എക്സ് ആണ് വലുത് വരുന്നത്. നമ്മൾ ഡിക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെ ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞത് കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലോട്ട് വരണം. അതായത് ഡിക്രീസ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരണം. അപ്പൊ കൂടിയത് ആദ്യം എഴുതണം, കുറഞ്ഞത് ലാസ്റ്റ് എഴുതണം. അപ്പൊ ആദ്യം നമ്മൾ എഴുതേണ്ടത് കൂടിയത് ഏതിനാ വരിക, എക്സിനാണ് ഏറ്റവും കൂടുതൽ, ഇസഡിനാണ് ഏറ്റവും കുറവ്. അതിന്റെ സെൻട്രൽ ആയിട്ട് എന്ത് വരും, 14 വരും. അപ്പൊ നമ്മൾ എക്സിനാണ് ഏറ്റവും കൂടുതൽ സൈസ് വരിക. അപ്പൊ ആദ്യം എക്സ് എഴുതി. പിന്നെ ഏതിനാ വരുന്നത്, വൈക്കാണ് വരുന്നത്. പിന്നെ ഏതിനാണ്, ഇസഡിനാണ്. കാരണം പീരീഡിലാണ് അറ്റോമിക് നമ്പർ കുറഞ്ഞതിനാണ് ഏറ്റവും കൂടുതൽ സൈസ് വരിക എന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ആ സിമ്പിൾ ഇട്ട് കൊടുക്കുക, എക്സ് ആണ് ഏറ്റവും വലുത്, വൈ എക്സിനേക്കാളും കുറച്ചത് ചെറുത്, ഇസഡ് ആണ് ഏറ്റവും ചെറുത് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ എന്ത് എഴുതുക, ഡിക്രീസിങ് ഓർഡർ എന്ന് എഴുതുക. ഡിക്രീസിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കൂടിയത് എഴുതണം, ലാസ്റ്റ് ആണ് കുറഞ്ഞത് എഴുതേണ്ടത്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ അറ്റോമിക് സൈസ് ആസ് വി മൂവ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ്, വാട്ട് ഈസ് ദ റീസൺ? അതായത് ഗ്രൂപ്പിൽ ആറ്റോമിക് സൈസ്, അതായത് ടോപ്പ് ടു ബോട്ടം ഗ്രൂപ്പിൽ പോകുന്തോറും ആറ്റോമിക് സൈസിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആൻസർ എന്താ വരിക, ഗ്രൂപ്പിൽ ഡൗൺ ചെയ്യുന്തോറും എന്തിന്റെ എണ്ണം കൂടുന്നുണ്ട്, ഷെല്ലിന്റെ എണ്ണം കൂടുന്നത് കാരണം എന്ത് കൂടും, ആറ്റോമിക് സൈസ് കൂടുന്നുള്ള കാര്യം മനസ്സിലാക്കട്ടോ. ഷെല്ലിന്റെ എണ്ണം കൂടുന്തോറും ആറ്റോമിക് സൈസ് കൂടുന്നുണ്ട് ഏതിൽ, ഗ്രൂപ്പിൽ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ അതാണ് ഓൺ മൂവിങ് ടോപ്പ് ടു ഡൗൺ ഓഫ് എ ഗ്രൂപ്പ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ദ സൈസ് ഓഫ് ആറ്റം ഇൻക്രീസ്. അതിന് കാരണം എന്താണ്, ദർ ഇസ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഷെൽ. പക്ഷെ അവിടെ എന്തുണ്ട്, ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ടെങ്കിലും അത് അതിനെ എഫക്റ്റ് ചെയ്യില്ല. കാരണം എന്താണ്, അവിടെ നമ്പർ ഓഫ് ഷെല്ല് കൂടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എന്താണ്, ആറ്റത്തിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇതാണ് അതിന്റെ റീസൺ എഴുതേണ്ടത് കേട്ടോ. റൈറ്റ് ദ റീസൺ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, റീസൺ എഴുതണം. അപ്പൊ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഈ ഒരു ഐഡിയ ഉണ്ടായാൽ മതി. പീരീഡിലാണെങ്കിൽ അറ്റോമിക് നമ്പർ കുറഞ്ഞതിനാണ് ഏറ്റവും കൂടുതൽ സൈസ് വരിക, ഗ്രൂപ്പിലാണെങ്കിൽ അറ്റോമിക് നമ്പർ കൂടിയതിനാണ് ഏറ്റവും കൂടുതൽ സൈസ് വരിക. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ റീസൺ വരുന്നത്. ഈ ഒരു ഐഡിയ വെച്ച് ഇതിന്റെ പെട്ടെന്ന് ആൻസറിലോട്ട് എത്താനും പറ്റും. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ 12ാമത്തെ ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ ക്ലാസ്സുകളിൽ ഒരുപാട് പ്രാവശ്യം ചെയ്തതാണ്. ലേറ്റസ്റ്റ് എസ്സിലൊക്കെ ഇതേപോലത്തെ മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ സിമ്പിൾസ് ഓഫ് ഫ്യൂ എലമെന്റ്സ് ആർ ഗിവൺ ബിലോ. സിമ്പിൾസ് തന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പൊ ഇനി ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ ദ പെയർ ഓഫ് ഐസോടോപ്പ്. ഐസോടോപ്പിന്റെ പേരുകളെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ ഐസോടോപ്പിന്റെ പേരുകളെ നമ്മൾ കണ്ടുപിടിക്കണത്. അപ്പൊ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ടാവുക, അതിന്റെ അറ്റോമിക് നമ്പർ സെയിം ആവും, മാസ് നമ്പർ ഡിഫറെന്റ് ആവും. അതായത് താഴെയുള്ള നമ്പർ സെയിം ആയിരിക്കും, മുകളിലുള്ള നമ്പർ എന്തുണ്ടാവും, ഡിഫറെന്റ് ആവും. താഴെയുള്ള നമ്പർ സെയിം ഉള്ളത് ഏതൊക്കെയാണ്, 88 കണ്ടില്ല. മുകളിലുള്ള നമ്പർ ഡിഫറെന്റ് ആണ്, അതിന് 17ഉം 16. അപ്പൊ അതാണ് അതിന്റെ ആൻസർ വരിക. ഏതൊക്കെയാണ് പേരുകൾ വരിക, O8 17, O8 16. ഇതാണ് ഐസോടോപ്പിന്റെ പേര് വരുന്നത്. അപ്പോൾ അത് ചൂസ് ചെയ്യാനുള്ള റീസണും ചോദിച്ചിട്ടുണ്ട്. ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ്, സെയിം അറ്റോമിക് നമ്പർ, സെയിം എലമെന്റ് ആണ്, സെയിം അറ്റോമിക് നമ്പർ ആണ്, ഡിഫറെന്റ് മാസ് നമ്പർ. അതിനാണ് ഐസോടോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് റീസൺ എഴുതേണ്ടത് കേട്ടോ. സെയിം അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും എഴുതിയാൽ മതി. ബീന്റെ ആൻസർ എന്താ എഴുതേണ്ടത്, സെയിം അറ്റോമിക് നമ്പറും ഡിഫറെന്റ് മാസ് നമ്പറും. സെയിം അറ്റോമിക് നമ്പർ ആൻഡ് ഡിഫറെന്റ് മാസ് നമ്പർ. ഇനി അടുത്തത്, വിച്ച് ഐസോടോപ്പ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ ലീക്സ് ഇൻ ഇൻഡസ്ട്രിയൽ പൈപ്പ് ലൈൻസ്. അതാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഡസ്ട്രിയൽ പൈപ്പ് ലൈൻസിന്റെ ലീക്കേജ് ഡിറ്റക്ട് ചെയ്യാനുള്ള ഐസോടോപ്പ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ആൻസർ ആണ് സോഡിയം 24 ആണ് ആൻസർ വരുന്നത് കേട്ടോ. സോഡിയം 24 ഐസോടോപ്പിന്റെ ആ ടേബിൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ടേബിൾ കൃത്യമായിട്ട് പഠിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പഠിച്ച ആൻസർ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോഡിയം 24 ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഇനി അതിന്റെ ക്വസ്റ്റ്യനെ നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിലും ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഏതാണെന്ന് നോക്കാം. അപ്പൊ അതാണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം ആൻഡ് ട്രിഷ്യം ആർ ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജന്റെ 3 ഐസോടോപ്പുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. ഇൻ ഐസോടോപ്പ് വിച്ച് പാർട്ടിക്കിൾ ഡിഫർ ഇൻ നമ്പേഴ്സ്. അപ്പൊ ഐസോടോപ്പുകളിൽ ഏതാണ് പാർട്ടിക്കിളാണ് ഡിഫറൻറ്റ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ നോക്കാം, പ്രോട്ടിയം എഴുതാ, പ്രോട്ടിയം. ഇനി അടുത്തത് ഡ്യൂട്ടീരിയം എഴുതാ, ഇനി അടുത്തത് ട്രിഷ്യം എഴുതാ. അപ്പൊ താഴെ എഴുതുന്ന നമ്പർ അറ്റോമിക് നമ്പറും മുകളിൽ നമ്മൾ എഴുതിയ നമ്പർ എന്താണ്, മാസ് നമ്പർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഏത് നമ്പറിലാണ് ഡിഫറൻറ്റ് ഉള്ളത്, ഡിഫറൻറ്റ് ഉള്ളത് ഏത് നമ്പറിലാണ്, മുകളിൽ എഴുതിയ നമ്പറിലാണ് ഡിഫറൻറ്റ് ഉള്ളത് അല്ലെ. മുകളിൽ എഴുതിയ നമ്പറിൽ ഡിഫറൻറ്റ് ഉണ്ട്. അപ്പൊ മുകളിൽ എഴുതിയ നമ്പർ എന്താണ്, മാസ് നമ്പർ. ഫസ്റ്റത്തെ ആൻസർ എന്താ വരിക, മാസ് നമ്പറിലാണ് ഡിഫറൻറ്റ് വരുന്നത് കേട്ടോ. വാട്ട് ഇസ് ദ മാസ് നമ്പർ ഓഫ് ട്രിഷ്യം. ട്രിഷ്യം ആണ് നമ്മൾ ഈ ലാസ്റ്റ് എഴുതിയിട്ടുള്ളത്. അതിന്റെ മാസ് നമ്പർ അതിന്റെ മുകളിലുണ്ട്. ആൻസർ എന്താ വരിക, 3 ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഐസോടോപ്പ് ഓഫ് ഹൈഡ്രജൻ ഈസ് പ്രസന്റ് ഇൻ ഹെവി വാട്ടർ. അപ്പൊ ഹെവി വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്,
ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ആയിട്ടുള്ള എന്തിന്റെ ഓക്സൈഡ് ആണ്? ഡ്യൂട്ടീരിയത്തിന്റെ ഓക്സൈഡ് ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ സീന്റെ ആൻസർ എന്ത് എഴുതണം? ഡ്യൂട്ടീരിയം എന്ന് എഴുതാം. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. വായിക്കുക, ആൻസർ ചെയ്ത സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ 13ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവുക, കാരണം കുറച്ച് ഐഡിയ വെച്ച് നോക്കണം ഇത്. അപ്പോൾ ഐഡിയ വെച്ച് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് AEBFCG ഇതൊക്കെ സെയിം ഗ്രൂപ്പിലാണ് മനസ്സിലാക്കുക. സെയിം ഗ്രൂപ്പിലാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഇനി ABC സെയിം പീരീഡിലാണ്, EFG അതും എന്താണ്? സെയിം പീരീഡിലാണ്. അപ്പൊ ലെഫ്റ്റ് പീരീഡ് താഴോട്ടുള്ളത് ഗ്രൂപ്പാണ് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ഇനി ഫസ്റ്റ് ഇൻ വിച്ച് ഗ്രൂപ്പ് ഏതാണ് ചോദിച്ചിട്ടുള്ളത്? ഇൻ വിച്ച് ഗ്രൂപ്പ് E ബിലോങ്സ്. E ഏത് ഗ്രൂപ്പിലാണ്? E ഇവിടെയാണ്. അപ്പൊ ഇയും എയും സെയിം ഗ്രൂപ്പിലാണ്. അപ്പൊ എന്റെ അറ്റോമിക് നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. എന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 5 ആണ്. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് എഴുതി നോക്കിയാൽ എന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ വരിക? 2,3 എന്ന് വരും. അപ്പൊ 2,3 എന്ന് പറഞ്ഞാൽ അത് ഏത് ഗ്രൂപ്പിലാണ് വരിക? 2,3 എന്ന് പറഞ്ഞാൽ 3 ഇലക്ട്രോൺസ് വന്നു. 3 ഇലക്ട്രോൺസ് വന്നാൽ അത് 13th ഗ്രൂപ്പാണ് വരിക. അപ്പൊ ഇയും ഏത് ഗ്രൂപ്പിലായിരിക്കും? 13th ഗ്രൂപ്പിലാണ് വരിക. കാരണം ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺ വന്നത്, അത് സെയിം ഗ്രൂപ്പിലാണ്. അപ്പൊ ഇയും 13th ഗ്രൂപ്പിലാണെന്ന് മനസ്സിലാക്കുക. സെയിം ഗ്രൂപ്പിലാണ്, എന്റെ സെയിം ഗ്രൂപ്പാണ് വരിക. ഇനി റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദി എലമെന്റ് ബിലോങ് ടു ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഇൻ ദ പീരീഡ് ഓഫ് ദി എലമെന്റ് G. അതായത് ജീന്റെ പീരീഡിൽ ഫസ്റ്റ് ഗ്രൂപ്പിന്റെ പീരീഡ് ജീന്റെ സെയിം പീരീഡിൽ വരണം. അതിൽ ഫസ്റ്റ് പീരീഡ് വരുന്നതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അപ്പൊ G പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ നോക്കണം? ഇങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ് എടുത്ത് നോക്കണം. അപ്പോൾ ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദി എലമെന്റ് ഫസ്റ്റ് ബിലോങ് ടു ദ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടത് ജീന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. അപ്പൊ ജീന്റെ അറ്റോമിക് നമ്പർ 15 ആണ് വരുന്നത്. അപ്പൊ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ത് വരും? 285. അപ്പൊ അതിന്റെ പീരീഡ് നമ്പർ നമുക്ക് കിട്ടി. പീരീഡ് എത്രയാ? 1 2 3 3 ഷെല്ലാണുള്ളത്. അപ്പൊ പീരീഡ് 3 എന്ന് കിട്ടി. ഇനി എത്രാമത്തെ ഗ്രൂപ്പ് പറഞ്ഞുള്ളത്? ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഗ്രൂപ്പ് ഫസ്റ്റ് ആകുമ്പോൾ, ഗ്രൂപ്പ് 1 ആകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഗ്രൂപ്പ് 1 ആകുമ്പോൾ ഔട്ടർ മോഷനിൽ 1 ഇലക്ട്രോൺ ആണ്. സെയിം പീരീഡ് എന്ന് തന്നിട്ടുണ്ട്. സെയിം പീരീഡ് കണ്ടോ? 2,8 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 2,8,5 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 3 ആണ് പീരീഡ് വരുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ എന്ത് എഴുതണം? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതണം. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെന്ന് മനസ്സിലായി. അപ്പൊ മൂന്നാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇനി ബാക്കിയുള്ള 2 ഷെല്ലിൽ ഫസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ? മാക്സിമം 2. രണ്ടാം ഷെല്ലിൽ 8 ഇലക്ട്രോൺ. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ത് വരും? 281 എന്നാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 281 ആണ് എന്ത് വരിക? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരിക. ഇനി അടുത്തത് സീന്റെ ആൻസർ. വാട്ട് ഈസ് ദ ആറ്റോമിക് നമ്പർ ഓഫ് ഹാലോജൻ ഇൻ ദ പീരീഡ് കണ്ടെയ്നിങ് എലമെന്റ് സി? അപ്പൊ സീന്റെ പീരീഡ് ഏതാ നോക്കണം. സീന്റെ പീരീഡ് സിയും എയും സെയിം പീരീഡിലാണ് വരിക. എന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് 2 3 എന്ന് എഴുതിയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പൊ അതിന്റെ അതേ പീരീഡിലാണ് സിയും വരുന്നത്. കണ്ടോ? അപ്പൊ സി വരുന്നത് സെയിം പീരീഡിലാണ്. അപ്പൊ 2 3 സെക്കൻഡ് പീരീഡ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പൊ സെക്കൻഡ് പീരീഡ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. അതിലുള്ള എന്തിന്റെ അറ്റോമിക് നമ്പർ എഴുതാനാ പറഞ്ഞിട്ടുള്ളത്? ഹാലോജന്റെ അറ്റോമിക് നമ്പറാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഹാലോജൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 17 ആണ്. ഹാലോജൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 17 ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 7 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അപ്പൊ സെക്കൻഡ് പീരീഡ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ. ഇപ്പൊ രണ്ടാമത്തെ ഷെല്ലിൽ 7 ഇലക്ട്രോൺ കൊടുത്തു. അപ്പൊ ഫസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? ഫസ്റ്റ് ഷെല്ലിൽ കെ ഷെല്ലാണ് 2 ഇലക്ട്രോൺ കൊടുത്തു. അപ്പോൾ 27 ആണ് അതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതേണ്ടത്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ള ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ല, എന്ത് ചെയ്താണ് പറഞ്ഞിട്ടുള്ളത്? അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 2 + 7 ചെയ്താൽ മതി. അപ്പൊ അറ്റോമിക് നമ്പർ എത്ര കിട്ടുക? 9 ആണ് അതിന്റെ അറ്റോമിക് നമ്പർ കിട്ടുന്നത്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 14ാമത്തെ ക്വസ്റ്റ്യൻ. ദ അറ്റോമിക് നമ്പർ ഓഫ് ആൻ ആറ്റം ഈസ് 18 ആൻഡ് ഇറ്റ്സ് മാസ് നമ്പർ ഈസ് 40. വാട്ട് ഈസ് ന്യൂക്ലിയർ ചാർജ് ആൻഡ് ഇല്ലുസ്ട്രേറ്റ് ഇറ്റ്സ് ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ? അതായത് ഡയഗ്രാം വരക്കാനുണ്ട് ഇവിടെ. അപ്പൊ അറ്റോമിക് നമ്പർ ഓഫ് ആൻ ആറ്റം, അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട് ഇവിടെ. അറ്റോമിക് നമ്പർ എത്രയാണ് കൊടുത്തിട്ടുള്ളത്? അറ്റോമിക് നമ്പർ 18 ആണ് കൊടുത്തിട്ടുണ്ട്. മാസ് നമ്പർ എത്രയാണ് കൊടുത്തിട്ടുണ്ട്? 40 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ന്യൂക്ലിയർ ചാർജാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ന്യൂക്ലിയസിൽ ചാർജ് ഉള്ളത് ഏതാണ്? പ്രോട്ടോൺ ആണ്. അപ്പൊ പ്രോട്ടോണിന്റെ എണ്ണം എഴുതുക. പ്രോട്ടോണിന്റെ എണ്ണം എത്രയാണ്? എന്റെ ആൻസർ വരിക പ്രോട്ടോണിന്റെ എണ്ണം. പ്രോട്ടോണിന്റെ അറ്റോമിക് നമ്പറും പ്രോട്ടോണിന്റെ എണ്ണം ഇലക്ട്രോണിനൊക്കെ എപ്പോഴും സെയിം ആയിരിക്കും. അപ്പോൾ 18 പ്രോട്ടോൺ ആണുള്ളത്. അപ്പോൾ പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് വെയിറ്റഡ്. പിന്നെ ന്യൂട്രോൺ അതിലുള്ളത്. ന്യൂട്രോണിന് ചാർജ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആൻസർ എഴുതേണ്ടത് എന്താണ്? +18 എഴുതാം കേട്ടോ. 18 പ്രോട്ടോൺസ് ആണ് അതിലുണ്ടാവും. ഇനി അടുത്തത് ബിന്റെ ആൻസർ അറിയണം.
ബിന്റെ ആൻസർ എന്താ ചെയ്തിട്ടുണ്ട്? അതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷന്റെ ഡയഗ്രാം വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡയഗ്രാം വരക്കാൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ അറ്റോമിക് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അറ്റോമിക് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം അതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കുക. 288. കാരണം 18 288 വരും. നമുക്ക് ഇനി എന്തിന്റെ എണ്ണം കിട്ടണം? പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ എണ്ണം സെന്ററിൽ കൊടുക്കണം. അപ്പൊ പ്രോട്ടോണിന്റെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് 18 പ്രോട്ടോൺ ആണ്. അപ്പൊ ന്യൂട്രോണിന്റെ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മാസ് നമ്പർ ആറ്റോമിക് നമ്പർ മൈനസ് ചെയ്യണം. അപ്പൊ 40 മൈനസ് 18 ചെയ്യണം. 40 മൈനസ് 18 ചെയ്ത് എത്ര കിട്ടും? 22 എന്ന് കിട്ടും. അപ്പൊ ന്യൂട്രോണിന്റെ എണ്ണം എത്രയാണ്? 22 എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അത് സെന്ററിൽ കൊടുക്കണം. എത്ര ഷെല്ലുണ്ട്? 3 ഷെല്ലാണ്. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, മൂന്നാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ. അപ്പൊ ഡയഗ്രാം വരക്കാണ്. സെന്ററിൽ ന്യൂക്ലിയസ് വരച്ചില്ലേ? അതിൽ എന്ത് കൊടുക്കണം? പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെ എണ്ണം കൊടുക്കണം. പ്രോട്ടോണിന്റെ എണ്ണം എത്രയാണ്? 18 പ്രോട്ടോണ്. എത്ര ന്യൂട്രോൺ ആണ്? 22 ന്യൂട്രോൺ എന്ന് കൊടുത്തില്ലേ? ഇനി എത്ര ഷെല്ല് വരക്കണം? ന്യൂക്ലിയസിന് ചുറ്റും 3 ഷെല്ലുകൾ വരക്കാം. 1 2 3 3 ഷെല്ലുകൾ വരച്ചു. അപ്പൊ ഇനി ഫസ്റ്റ് ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ? ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 2 ഇലക്ട്രോൺ വരക്കുക. 2 ഡോട്ട് വരക്കുക. ഇനി അടുത്തത് രണ്ടാം ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആണ്. 8 ഇലക്ട്രോൺസ് വരച്ചു. ഇനി മൂന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോണാ? 8 ഇലക്ട്രോൺസ്. അതേപോലെ വരക്കുക. 8 ഇലക്ട്രോൺസ് 4 8. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ എന്ത് വരക്കുക? ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഡയഗ്രാം വരക്കുക. എല്ലാവരും വരച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്നൊരു ഡൗട്ട് വരിക. അത് ആ പ്രോട്ടോണിന്റെ എണ്ണം, പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. അത് തന്നെയാണ് ന്യൂക്ലിയസിന്റെ ചാർജ് വരിക. അപ്പൊ +18 ആണ് അതിന്റെ ആൻസർ ചെയ്തേണ്ടതുള്ളത് മനസ്സിലാക്കട്ടോ. +18. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ബി ക്വസ്റ്റ്യൻ ആണ്. കാരണം എ ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇനി അതിന്റെ ഓർ ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവും. ഓർ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഓർ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നു. നേരത്തെ ന്യൂക്ലിയർ ചാർജ് അറിയാത്ത ആൾക്കാർക്കും ഈ ആൻസർ ചെയ്താൻ പറ്റും. 18 പ്രോട്ടോണും 16 ന്യൂട്രോണും തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ എന്ത് വരക്കാനാണ് പറഞ്ഞുള്ളത്? ഓർബിറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ ഡയഗ്രാം വരക്കണം. അപ്പൊ അങ്ങനെ ഡയഗ്രാം വരക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അറിയണം. അപ്പൊ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ നമുക്ക് ഈ അറ്റോമിക് നമ്പറും ഇലക്ട്രോണിന്റെ എണ്ണം തന്നെ വേണമെന്നില്ല. എന്ത് കിട്ടിയാൽ മതി? പ്രോട്ടോണിന്റെ എണ്ണം. കാരണം പ്രോട്ടോണിന്റെ എണ്ണവും ഇലക്ട്രോണിന്റെ എണ്ണവും അറ്റോമിക് നമ്പറും എപ്പോഴും സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് അതിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാൻ എന്താ വരിക? 285 ആണ് എന്ത് വരിക? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരുന്നത്. പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് സെന്ററിൽ കൊടുക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ അതിന്റെ ഡയഗ്രാം വരക്കാം. അപ്പൊ സെന്ററിൽ ന്യൂക്ലിയസ് കൊടുത്തു. ആ ന്യൂക്ലിയസിൽ പ്രോട്ടോണിന്റെ എണ്ണം എഴുതണം. പ്രോട്ടോണിന്റെ എത്രയാണ്? 15 പ്രോട്ടോൺ. ഇനി എത്ര ന്യൂട്രോൺ ആണ്? 16 ന്യൂട്രോൺ എഴുതി. 15 പ്രോട്ടോൺ എഴുതി, 16 ന്യൂട്രോൺ എഴുതി. ന്യൂട്രോണിന്റെ പ്രോട്ടോണിന്റെ എണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. ഇനി എത്ര ഷെല്ലാണ് ഉണ്ടാവുക? 3 ഷെല്ല്. ഇപ്പൊ ന്യൂക്ലിയസിന് ചുറ്റും 3 റൗണ്ട് വരക്കുക. 3 ഷെല്ലുകൾ 3 റൗണ്ട് വരച്ചു. അപ്പൊ ഇനി ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ്. ഇപ്പൊ 2 ഡോട്ട് കൊടുത്തു. ഇനി രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. 8 ഇലക്ട്രോൺസ് കൊടുത്തു. ഇനി അടുത്തത് മൂന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ്? മൂന്നാമത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോൺ ആണ് വരുന്നത്. ആ 5 ഇലക്ട്രോൺസ് കൊടുത്തു. മൂന്നാമത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോൺ കൊടുത്തു. അപ്പോൾ ഇത് ഓർബിറ്റ് ഇലക്ട്രോൺ ഡയഗ്രാം വരക്കുക. സിമ്പിൾ ആയിരുന്നു. ഇനി അടുത്തത് ബി ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഈസ് എ ഷെൽ വിത്ത് ലോവസ്റ്റ് എനർജി ഇൻ ദിസ് ആറ്റം. ഇതിൽ ലോവസ്റ്റ് എനർജി വരുന്നത് ഏതിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. വിച്ച് ഈസ് ദ ഷെൽ? ലോവസ്റ്റ് എനർജി തരുന്നത് ഏത് ഷെല്ലായിരിക്കും? ഏത് ഷെല്ലാണ് വരുന്നത്? ഫസ്റ്റ് ഷെല്ല് ഏതാണ്? KLM ആണ് 3 ഷെല്ല് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഷെല്ല് ഏതാണ്? K ഷെല്ലിനാണ് ലോവസ്റ്റ് എനർജി ഉണ്ടാവുക. ഇതിൽ ഹയസ്റ്റ് എനർജി ഏതിനാണ്? M ഷെല്ലിനാണ്. കാരണം ന്യൂക്ലിയസിന് അടുത്ത് ഏതാണ്? കേക്കാണ് ലോവസ്റ്റ് എനർജി ഉണ്ടാവുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന്റെ ഓർ ക്വസ്റ്റ്യൻ ഇത് വളരെ സിമ്പിൾ ആയിരുന്നു. നേരത്തെ ക്വസ്റ്റ്യനും സിമ്പിൾ ആയിരുന്നു. അറിയാത്ത ആൾക്കാർക്ക് ഇത് എടുത്ത് ചെയ്ത് മാർക്ക് മേടിക്കാൻ. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ദ മാസ് നമ്പർ ആൻഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഓഫ് സം എലമെന്റ്സ് ആർ ഗിവൻ. അപ്പൊ മാസ് നമ്പറും എന്താണ്? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കുക. കാരണം ആറ്റോമിക് നമ്പർ കണ്ടുപിടിച്ച് നമുക്ക് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതിയാലേ ഇതിന്റെയൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സെയിം പീരീഡ് ചോദിക്കുന്നുണ്ട്. കണ്ടില്ല ക്വസ്റ്റ്യൻ? സെയിം പീരീഡ്, അറ്റോമിക് നമ്പർ, പിന്നെ നോബിൾ ഗ്യാസ് ഏതാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇതിന്റെ അറ്റോമിക് നമ്പറുകൾ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ പോവാണ് നമ്മൾ. അപ്പൊ അറ്റോമിക് നമ്പർ ആദ്യം കണ്ടുപിടിക്കുക. അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി മാസ് നമ്പറിൽ നിന്ന് ന്യൂട്രോണിന്റെ എണ്ണം മൈനസ് ചെയ്താൽ മതി. അപ്പൊ അറ്റോമിക് നമ്പർ കിട്ടും നമുക്ക്. അപ്പൊ ഇതിന്റെ അറ്റോമിക് നമ്പർ എത്ര കിട്ടുക?
ആറ്റോമിക് നമ്പർ 39 മൈനസ് 20 എത്ര കിട്ടും? 19 എന്ന് കിട്ടും. ഇതാണ് ആറ്റോമിക് നമ്പർ ഞാനിവിടെ എഴുതുന്നത് കേട്ടോ. ഇനി അടുത്തത് 16 മൈനസ് 8 എത്ര കിട്ടും? 8 എന്ന് തന്നെ കിട്ടും. ഇനി അടുത്തത് 35 മൈനസ് 18 എത്ര കിട്ടും? 17 എന്ന് കിട്ടും. ഇനി അടുത്തത് 20 മൈനസ് 10 എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. അപ്പൊ അറ്റോമിക് നമ്പർ നമുക്ക് കിട്ടിയില്ലേ? ഇനി ഇതിന്റെ ഒക്കെ ഒന്ന് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാം. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ കൂടെ എഴുതിയാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കെൻ്റെതാണ്. കെൻ്റെത് അറ്റോമിക് നമ്പർ 19 ആണ് വന്നത്. അപ്പോൾ 19 വന്നാൽ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത് 2881 ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരിക കേട്ടോ. ഇനി അടുത്തത് എല്ലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ വരിക? 8 എന്ന് വന്നു. അപ്പോൾ എന്ത് വരും? 26 എന്ന് വരും. ഇനി അടുത്തത് എമ്മിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ത് വരും? 287 എന്ന് വരും. 17 ആണ് 287. ഇനി അടുത്തത് എന്നിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വരും? 28 ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ വരുന്നത്. കണ്ടില്ലേ? അപ്പോൾ അത് എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ആൻസർ. വിച്ച് ഓഫ് ദീസ് എലമെന്റ് ബിലോങ് ടു സെയിം പീരീഡ്? അപ്പോൾ സെയിം പീരീഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഷെല്ലിന്റെ എണ്ണം ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തിൽ 4 ഷെല്ല് വരുന്നുണ്ട്, രണ്ടാമത്തിൽ 2 ഷെല്ല്, മൂന്നാമത്തിൽ 3 ഷെല്ല്, നാലാമത്തിൽ 2 ഷെല്ല്. അപ്പോൾ ഏതൊക്കെയാണ് സെയിം പീരീഡിൽ വരുന്നത്? സെയിം പീരീഡിൽ വരുന്നത് 28ഉം 26. അപ്പോൾ ഏതൊക്കെ സെയിം പീരീഡിൽ വരുന്നത്? എല്ലും എന്നും ആണ് എന്ത് വരുന്നത്? സെയിം പീരീഡിൽ വരുന്നത്. ഇനി വാട്ട് ഈസ് ദ അറ്റോമിക് നമ്പർ ഓഫ് കെ? കെന്റെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കണം. കെന്റെ അറ്റോമിക് നമ്പർ ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത്. എത്ര കിട്ടിയത്? 19 കിട്ടിയിട്ടുണ്ട്. അപ്പൊ 19 ആണ് അതിന്റെ അറ്റോമിക് നമ്പർ. 98. ഇനി അടുത്തത് വിച്ച് എമംഗ് ദി നോബിൾ ഗ്യാസ് എമംഗ് ദിസ്? ഇതിൽ നോബിൾ ഗ്യാസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോബിൾ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആയിരിക്കും? 8 ഇലക്ട്രോൺ ആയിരിക്കും. അപ്പൊ നമ്മൾ താഴെ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കി ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 8 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ അതാണ് എന്ത് വരുന്നത്? നോബിൾ ഗ്യാസ് 18th ഗ്രൂപ്പാണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ ആൻസർ എന്താ വരുന്നത്? അതിന്റെ N ആണ് ആൻസർ ചെയ്തത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ആദ്യം അറ്റോമിക് നമ്പർ കണ്ടുപിടിച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ അറിയുന്ന ആൾക്കാർക്ക് ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ 3 മാർക്കും കൃത്യമായിട്ട് മേടിക്കാം. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് സം എലമെന്റ്സ് ആൻഡ് ദെയർ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആർ ഗിവൻ. അപ്പൊ എലമെന്റും ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദീസ് എലമെന്റ്സ് ഹാസ് ദ ഹയസ്റ്റ് സ്റ്റെബിലിറ്റി? ഇതിൽ ഹയസ്റ്റ് സ്റ്റെബിലിറ്റി ഏതിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, തേർഡ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് ഒക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, ആറ്റങ്ങൾ എങ്ങനെയാണ് സ്റ്റേബിൾ ആവുക. ആറ്റങ്ങൾ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വേണം. അതിനാണ് ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആയാൽ, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആയാലാണ് ആറ്റങ്ങൾ എന്താവുക? സ്റ്റേബിൾ ആവുക എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉള്ളത് ആർക്കാണ്? വൈ. അപ്പൊ എന്റെ ആൻസർ എന്ത് വരും? എന്റെ ആൻസർ എന്താ വരിക? വൈ എന്ന് വരും. വൈയിൽ മാത്രമേ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉള്ളൂ. അതിനുള്ള റീസൺ എന്താ പറയുന്നത്? റീസൺ എന്താ? നമ്മൾ റീസൺ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റീസൺ എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. അതിനാണ് ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അത് മാക്സിമം സ്റ്റേബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇനി അടുത്തത് ബി ക്വസ്റ്റിന്റെ ആൻസർ നോക്കാം. ബി ക്വസ്റ്റിന്റെ ആൻസർ എന്ത് ചെയ്യുന്നുണ്ട്? ഹൗ മെനി മോർ ഇലക്ട്രോൺസ് ആർ നീഡഡ് ഫോർ ദ ഇസഡ് ടു ഗെറ്റ് സ്റ്റെബിലിറ്റി? അപ്പൊ ഈ ലാസ്റ്റത്തെ എലമെന്റ് കണ്ടില്ലേ? അതിന് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ കൂടെ വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവണം. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവണമെങ്കിൽ അതിന് എത്ര ഇലക്ട്രോൺ കൂടെ വേണം? എത്ര ഇലക്ട്രോൺ വേണം? 2 ഇലക്ട്രോൺ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. സിമ്പിൾ ആയിട്ട് എഴുതിയിട്ട് മാർക്ക് മേടിക്കാൻ കഴിയുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇനി 17th ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ദ എം ഷെൽ ഓഫ് ആൻ ആറ്റം കണ്ടെയ്ൻ. എം ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 3 ഇലക്ട്രോൺ, 3 ഇലക്ട്രോൺസ് എന്ന് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഷെൽ വിത്ത് ഹയസ്റ്റ് എനർജി? അപ്പൊ ഹയസ്റ്റ് എനർജിയിലെ ഷെല്ലിലെ ഇലക്ട്രോൺ ആണ്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഷെല്ല് ഇതാണ്. ഇപ്പൊ എം എത്തണം. KLM. എം എത്തി. എമ്മിലും 3 ഇലക്ട്രോൺ എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാതെ. അപ്പോൾ ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാം ഷെല്ലിൽ 8 ഇലക്ട്രോൺ. അപ്പൊ 283 എന്ന് എഴുതി. അപ്പൊ ഇനി വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഷെല്ല് വിത്ത് ഹയസ്റ്റ് എനർജി? ഇതിൽ ഏറ്റവും കുറവ് എനർജി കേക്കാണ്, ഏറ്റവും കൂടുതൽ എനർജി ഏതിനുണ്ടാവുക? എം. അതാണ് ന്യൂക്ലിയസ് നിന്ന് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ളത്. അതിൽ ഇലക്ട്രോണിന്റെ എണ്ണാണ് ചോദിച്ചിട്ടുള്ളത്. ഇലക്ട്രോണിന്റെ എണ്ണം എത്രയാണ്? അപ്പൊ ഫസ്റ്റത്തെ ആൻസർ എന്ത് വരും? 3 എന്ന് വരും. ഇനി അടുത്തത് റൈറ്റ് ദ നെയിം ആൻഡ് സിംബൽ ഓഫ് ദിസ് എലമെന്റ്. അപ്പൊ ഇതിന്റെ നെയിമും സിംബലും നമ്മൾ എഴുതണം. അപ്പൊ ഇത് ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 2ഉം 8ഉം 3 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും 13 എന്ന് കിട്ടും. അപ്പൊ 13th എലമെന്റ് വരുന്നത് ഏതാണ്? അലുമിനി ആണ് കേട്ടോ. 13th എലമെന്റ് വരുന്നത് അലുമിനി ആണ്. അതിന്റെ സിംബൽ എന്ത് വരും? AL എഴുതണം. അപ്പൊ നെയിം എഴുതണം, സിംബൽ എഴുതണം ആ എലമെന്റിന്. 13th എലമെന്റ് കേട്ടോ. ഇനി റൈറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ് പ്രസന്റ് ഇൻ ദിസ് പീരീഡ്. അപ്പൊ ഈ പീരീഡിൽ പ്രസന്റ് ആയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ് ആണ്. അപ്പൊ ഇത് ഏത് പീരീഡ് ആണ്? തേർഡ് പീരീഡ് ആണ്. അപ്പൊ തേർഡ് പീരീഡിലുള്ള ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത്
ഫസ്റ്റ് എലമെന്റ് ഏതാണ് 281. ഇതാണ് ഫസ്റ്റ് എലമെന്റ് വരിക. ഇനി ലാസ്റ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ വരുന്നത് 28, ലാസ്റ്റ് 8 ഇലക്ട്രോൺ. ഇതാണ്. പിന്നെ ഫോർത്ത് പീരീഡ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അടുത്ത ഇലക്ട്രോൺ വരുമ്പോൾ 19th ഇലക്ട്രോൺ വരുമ്പോൾ 19th അറ്റോമിക് നമ്പർ വരുന്നതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരിക 2881 എന്നാണ് വരിക. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് ഇതാണ്, അവസാനത്തെ എലമെന്റ് ഇതാണ്. ഇതിന്റെ അറ്റോമിക് നമ്പർ ആഡ് ചെയ്ത് എന്ത് കിട്ടും 281 11 എന്ന് കിട്ടും. ഇതിന്റെ എത്ര കിട്ടും 18 എന്ന് കിട്ടും. അപ്പോൾ 11 മുതൽ 18 വരെയാണ് അതിൽ വരുന്നത്. അപ്പോൾ അതിൽ എത്ര ഉണ്ട് 11 മുതൽ 18 വരെ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എത്രയുണ്ട് 8 ആണെന്നുള്ള കാര്യം 8 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പം അങ്ങനെയാണ് അതിന്റെ ആൻസർ ചെയ്തേണ്ടത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ ഈ ഐഡിയ വെച്ച് എഴുതിയാൽ പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഇനി അടുത്തത് 18th ക്വസ്റ്റ്യൻ. അപ്പൊ 18th ക്വസ്റ്റ്യന്റെ ക്വസ്റ്റ്യൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇവിടെ ചോദിച്ചത് കണ്ടോ, ആൻ എലമെന്റ് ബിലോങ് തേർഡ് ഗ്രൂപ്പ് ആൻഡ് ആസ് ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ 4 ഷെൽ. അപ്പൊ തേർഡ് ഗ്രൂപ്പ് ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ തേർഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവണം അത് ഏത് എലമെന്റ് ആണ്. ഗ്രൂപ്പ് 3 to 12 ഏത് എലമെന്റ് ആണ് നമുക്കറിയാം. ഏത് എലമെന്റ് ആണ് ട്രാൻസിഷൻ എലമെന്റ് ആണ്. ഗ്രൂപ്പ് 3 to 12 ഏതാണ് ട്രാൻസിഷൻ എലമെന്റ് ആണ്. അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്നുള്ള ഐഡിയ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കണം നമ്മൾ. തേർഡ് ഗ്രൂപ്പ് ആണ്, ഇപ്പൊ ട്രാൻസിഷൻ എലമെന്റ് ആണ്. ആ ഐഡിയ കിട്ടിയ ആൾക്കാർക്ക് ഇതിന്റെ ആൻസറിലോട്ട് പെട്ടെന്ന് എഴുതാൻ കഴിയുള്ളൂ. അല്ലാതെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ എഴുതി പോയാൽ ഇതിന്റെ സമയം കുറെ പോകും, ആൻസറിലോട്ട് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഉണ്ടാവേണ്ട ഐഡിയ എന്ന് പറഞ്ഞാൽ തേർഡ് ഗ്രൂപ്പ് ആണ്. തേർഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ എലമെന്റ് ആണ്. അപ്പൊ ട്രാൻസിഷൻ എലമെന്റ് ആണ് കിട്ടി. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ ഫില്ലിംഗ് ഓഫ് ലാസ്റ്റ് ഇലക്ട്രോൺ ടേക്ക് പ്ലേസ് ഇൻ. അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ ടേക്ക് പ്ലേസ് എവിടെ ചെയ്യുന്നത് തേർഡ് ഗ്രൂപ്പ് ആണ്, ട്രാൻസിഷൻ എലമെന്റ് ആണ്. അപ്പൊ ഏതിലാണ് ചെയ്യുക പെനൾട്ടിമേറ്റ് ഷെല്ല്. അവസാനത്തെ ഷെല്ലിന്റെ തൊട്ട് മുമ്പുള്ള ഷെല്ലിൽ പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ് എന്ത് ഫില്ല് ചെയ്യുക ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ എന്റെ ആൻസർ എന്താ വരിക പെനൾട്ടിമേറ്റ് ഷെല്ലാണ് വരിക. ഇനി അടുത്തത് ബിന്റെ ആൻസർ നോക്കാം. അപ്പൊ ബി, ടു വിച്ച് ഫാമിലി ഓഫ് എലമെന്റ് ഡസ് ദിസ് ബിലോങ്. അപ്പൊ ഇത് ഏത് ഫാമിലിയിലാണ് ഇത് ഉൾക്കൊള്ളുന്നതെന്ന് ചോദിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു തേർഡ് ഗ്രൂപ്പാണ്. ഏതിലാണ് അത് ട്രാൻസിഷൻ എലമെന്റ്. ട്രാൻസിഷൻ എലമെന്റ് ആണ് കേട്ടോ, ട്രാൻസിഷൻ എലമെന്റ്. ഇനി അടുത്തത് സി ക്വസ്റ്റ്യൻ എന്താണ്, റൈറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എലമെന്റ് ബിലോങ് ടു ദിസ് ഫാമിലി. അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എത്ര എഴുതണം 2 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 2 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചതാണ്. ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം മെറ്റലാണ്. പിന്നെ അത് ഗ്രൂപ്പുകളിൽ മാത്രമല്ല കറസ്പോണ്ടിങ് പീരീഡിലും സെയിം പ്രോപ്പർട്ടി കാണിക്കും, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും 2 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 2 ഏതാ വരിക ട്രാൻസ് എലമെന്റ്സ് എന്താണ്, എല്ലാം മെറ്റൽസ് ആണ്. പിന്നെ എന്താ കൊടുത്തിട്ടുള്ളത് അതെന്താണ് കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുള്ള കാര്യമൊക്കെ ഓർത്ത് ഏതെങ്കിലും 2 എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് അതിലെ ബി ക്വസ്റ്റ്യൻ കേട്ടോ, അതായത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരുന്നു. വിച്ച് ആർ ദ ഗ്രൂപ്പ് ഇൻക്ലൂഡഡ് ഇൻ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്. അപ്പൊ മെയിൻ ഗ്രൂപ്പ് എലമെന്റ് ഉള്ള ഗ്രൂപ്പ് ഏതാണെന്നാണ് ചോദിച്ചത്. മെയിൻ ഗ്രൂപ്പ് എലമെന്റ് ഏതൊക്കെയാണ് ഗ്രൂപ്പ് 1 and 2. പിന്നെ എന്ത് വരും ഗ്രൂപ്പ് 13 to 18. അതായത് നമ്മുടെ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലാത്തത് ബാക്കിയുള്ളതൊക്കെ മെയിൻ ഗ്രൂപ്പ് എലമെന്റ് ആണ്. 3 to 12 അതിൽ മിസ്സിംഗ്, അത് ട്രാൻസിഷൻ എലമെന്റ്. ബാക്കിയെല്ലാം മെയിൻ ഗ്രൂപ്പ് എലമെന്റ് ആണ്. അപ്പൊ ഗ്രൂപ്പ് 1 and 2 13 to 18 ആണ് എന്തിൽ വരിക മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിൽ വരുന്നത്. ഇനി അടുത്തത് ബി ചോദിച്ചിട്ടുള്ളത് എന്താണ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ഏത് ഗ്രൂപ്പ് ആണെന്നാണ് ചോദിച്ചത്. അപ്പൊ ഗ്രൂപ്പ് 1ന്റെ പേര് ആൽക്കലൈൻ മെറ്റൽസ്, ഗ്രൂപ്പ് 2ന്റെ പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ആ ഗ്രൂപ്പുകളുടെ പേരൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏതാണ് ഗ്രൂപ്പ് 2 ആണ് എന്ത് വരുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് വരുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ്. അപ്പൊ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ അതിൽ അവസാന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും 1ഉം 2ഉം 13 to 18 ആണ്. അപ്പൊ അവസാന ഷെല്ലിൽ 1 ഇലക്ട്രോൺ 2 ഇലക്ട്രോൺ അല്ലെങ്കിൽ 3 മുതൽ 8 വരെ ഇലക്ട്രോൺസ് ആണ് അതിൽ ഉണ്ടാവുക. പിന്നെ അതിലെന്താണ് ഡിഫറെന്റ് ഫിസിക്കൽ സ്റ്റേറ്റുള്ള എലമെന്റ്സ് ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതിൽ ഏതെങ്കിലും 2 പോയിന്റ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദേ കണ്ടെയ്ൻ 1 to 8 ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെല്ല്. പിന്നെ എന്താണ് ദേ റെപ്രസെന്റ് ദ എലമെന്റ് ബിലോങ് ടു ഡിഫറെന്റ് ഫിസിക്കൽ സ്റ്റേറ്റ്. ഡിഫറെന്റ് ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സോളിഡിലെ എലമെന്റ് ഉണ്ട്, ലിക്വിഡിലെ എലമെന്റ് ഉണ്ട്, ഗ്യാസിലെ എലമെന്റ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് എക്സാമിന് വന്നത്. അപ്പൊ അത്ര ബുദ്ധിമുട്ടുള്ള എക്സാം ആയിരുന്നില്ല. അപ്പൊ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ഓർ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരുന്നു. അത് ആൻസർ ചെയ്തിട്ട് നമുക്ക് മാർക്ക് മേടിക്കായിരുന്നു. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല മാർക്ക് കിട്ടട്ടെ എല്ലാവർക്കും. ഓൾ ദി ബെസ്റ്റ്.